നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള DJകൾ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പാട്ട് മിക്സ് ചെയ്യുന്നവർ ഇല്ലെങ്കിൽ പാട്ട് പാടുന്നവർ ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. സാധാരണ നമ്മൾ മേടിക്കുന്ന ഹെഡ്ഫോണുകളും ഇവരുപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഹെഡ്ഫോണുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനും കാണുക. എൻ്റെ കയ്യിലുള്ളത് OneOdio എന്ന് പറയുന്ന കമ്പനിയുടെ OneOdio Pro10 സ്റ്റുഡിയോ ഹെഡ്ഫോൺസ് ആണുള്ളത്. പിക്ചർ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഏതൊരു ഹെഡ്ഫോണും പോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറേയധികം രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സ് കാണുമ്പോൾ തന്നെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഹെഡ്ഫോൺസിന് ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ബോക്സിനകത്ത് നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്യാരിയിങ് പൗച്ച്, അതിനകത്ത് നമ്മുടെ ഹെഡ്ഫോൺസ്, പിന്നെ യൂസർ മാനുവൽ, 2 ഓക്സ് കേബിളുകളും കൊടുത്തിട്ടുണ്ട്. ഒരു 3.5mm ജാക്ക് ടു 3.5mm ജാക്ക് മൈക്രോഫോൺ അടങ്ങിയിട്ടുള്ള ഒരു ഓക്സ് കേബിളും ഒരു 3.5mm ടു 6.35mm വേറൊരു വളരെ ലെങ്തി ആയിട്ടുള്ള എന്നാൽ കേൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടെലിഫോണിൻ്റെ വയർ പോലെയുള്ള ഒരു ഓക്സ് കേബിൾ. ഹെഡ്ഫോൺസ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഹെഡ്ഫോൺസ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 3 തരത്തിൽ ബെൻഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യം നമ്മൾക്ക് നമ്മുടെ ഇയർ കപ്സ് താഴേക്കും മുകളിലേക്കും ശരിക്കും 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തേത്, ഈ ഇയർ കപ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ജംഗ്ഷൻ നമുക്ക് ലെഫ്റ്റിലേക്കും അതേപോലെ മുന്നിലേക്കും ഇങ്ങനെ ടോട്ടലി നമുക്ക് ഏകദേശം ഒരു 90 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അത് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗവും നമുക്ക് ബെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നമുക്കിങ്ങനെ മടക്കി വെക്കുന്ന രൂപത്തിൽ വളരെ ചെറിയ ഫോം ഫാക്ടറിലേക്ക് ഈ ഒരു ഹെഡ്ഫോൺസ് കൊണ്ടുവരാൻ പറ്റും. ഇനി ലെഫ്റ്റും റൈറ്റും ഇയർ കപ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു പാത്വേയിലൂടെയാണ്. എന്നാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ലെങ്ത് അഡ്ജസ്റ്റബിൾ സൈഡിൽ നിങ്ങൾക്ക് അവിടെ മെറ്റൽ റെയിൽസ് കാണാൻ പറ്റും. ഇനി മുകൾ ഭാഗത്തായിട്ട് OneOdioയുടെ ആ ഒരു ബ്രാൻഡിങ്ങും അതേപോലെ തന്നെ ഒരു റെക്സിൻ ടൈപ്പിൽ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ വളരെ നല്ലൊരു ഫോം പാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ഇയർ കപ്സിലേക്ക് വരുമ്പോഴാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇയർ കപ്സ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഷൻ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൻ്റെ താഴെ നമ്മൾക്ക് നോർമൽ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാം. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഫോൺ ഇൻ ജാക്കാണ് കാണുന്നത്. എന്തിനായിരിക്കും ഒരു ഹെഡ്ഫോണ് 2 ഇൻപുട്ട് ജാക്കുകൾ? അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുന്നേ നോർമൽ ഹെഡ്ഫോൺസിൽ നിന്നും ഈ ഒരു ഹെഡ്ഫോണിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഇയർ കപ്സിൻ്റെ അകത്തിരിക്കുന്ന ഡ്രൈവേഴ്സാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് 50mm നിയോഡൈമിയം ഡ്രൈവേഴ്സാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് 20 Hz തൊട്ട് 20 kHz വരെയാണ്. ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് 20 Hz ആണ്, ഏറ്റവും കൂടുതൽ 20 kHz ആണ്. സോ ഈ ഒരു ഹെഡ്ഫോൺസ് നിങ്ങൾ വയ്ക്കുവാണെങ്കിൽ ഒരു ഓഡിയോ നമ്മൾ കേൾക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫ്രീക്വൻസി തൊട്ട് ഏറ്റവും വലിയ ഫ്രീക്വൻസി വരെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല 32 ohmസിൻ്റെ ഇമ്പിഡൻസ് ഉണ്ട്. പിന്നെ PET സൗണ്ട് ഇൻസുലേഷൻ ഫിലിമും ഏകദേശം 16,000 mW മാക്സിമം പവർ ഔട്ട്പുട്ടും പിന്നെ 110 decibels ±3 dBയുടെ സെൻസിറ്റിവിറ്റിയുമാണ് ഈ ഒരു ഹെഡ്ഫോൺസിനുള്ളത്. എന്നാൽ ഈ സെൻസിറ്റിവിറ്റി, ഇമ്പിഡൻസ്, ഡെസിബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് ഡയറക്റ്റ് ചെയ്യുവാണ്. ആ ഒരു പാട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പാട്ട് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഇനി മ്യൂസിക് ഡയറക്ടർ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ആളെ കൊണ്ട് പാട്ട് പാടിച്ചു, ട്യൂൺ ഡിസൈൻ ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്യൂണും പാട്ടും എല്ലാം തന്നെ മിക്സ് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ടാക്കി മാറ്റണം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടറിന് ഏത് രീതിയിലാണോ കേൾക്കേണ്ടത് ആ ഒരു രീതി തന്നെ ആയിരിക്കണം ആ പാട്ട് ഈ ലോകത്ത് എവിടെ വെച്ച് കഴിഞ്ഞാലും കേൾക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു സോങ്ങിനെ മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മാസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് എല്ലാ ഫ്രീക്വൻസി റേഞ്ചിലും കവർ ചെയ്യുന്ന രീതിയിൽ കേൾക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് മറ്റ് സ്പീക്കറുകൾക്കായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഹെഡ്ഫോൺസിനെ നമുക്ക് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫ്രീക്വൻസി തൊട്ട് ഏറ്റവും വലിയ ഫ്രീക്വൻസി വരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് സാധാരണ ഹെഡ്ഫോൺസുകളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള ഹെഡ്ഫോണുകൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനത്തെ ഹെഡ്ഫോൺസ് വെച്ച് ഒരു സോങ് മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സോങ് വേറെ എവിടെയെങ്കിലും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കാറിൻ്റെ സ്പീക്കറിലായിക്കോട്ടെ, ഹോം തിയേറ്ററിലായിക്കോട്ടെ, എവിടെ കേട്ട് കഴിഞ്ഞാലും ആ ഒരു സോങ്ങിൻ്റെ ഒറിജിനൽ സിഗ്നേച്ചർ പോവില്ല. എന്നാൽ സാധാരണക്കാരായ നമ്മൾ ഈ ഹെഡ്ഫോൺസ് മേടിച്ചിട്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സിനിമ കാണുവാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ട് കേൾക്കുവാണ്. സോ ഇത്തരത്തിലുള്ള ഇയർഫോൺസ് വെച്ചാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ആ ഒരു മ്യൂസിക് ഡയറക്ടർ എങ്ങനെയാണോ ആ പാട്ട് ആൾക്കാരെ കേൾപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും കേൾക്കാനായിട്ട് പറ്റും. പാട്ടെന്ന് മാത്രമല്ല, നമ്മളൊരു സിനിമ കാണുവാണെങ്കിൽ പോലും സിനിമയിൽ കുറേയധികം സൗണ്ട് ഡിസൈനുകൾ ഉണ്ടാകും. ഈ സൗണ്ട് ഡിസൈനുകളെല്ലാം തന്നെ
ഏത് രീതിക്കാണോ സിനിമ ഇറക്കിയപ്പോൾ അവർ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റും. ഇനി അടുത്ത ഈ ഹെഡ്ഫോണിന് നമ്മൾ 2 ഓഡിയോ ജാക്കുകൾ കണ്ടായിരുന്നു. ഒരു 3.5mm ഒരു 6.35mm. എന്തിനാണ് 2 എണ്ണം? അതായത് നോർമലി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ ഒരു മ്യൂസിക് ഇൻ്റർഫേസ് ആയിക്കോട്ടെ, മിക്സർ ആയിക്കോട്ടെ, ഇതിലെല്ലാം വലിയ ഫോണിൻ അഡാപ്റ്ററാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടെ കൊടുത്തിരിക്കുന്ന ആ ഒരു കേബിൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഓക്സ് കേബിൾ ഒരു എൻഡ് 3.5mm ഒരു എൻഡ് 6.35ഉമാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഓഡിയോ ഇൻ്റർഫേസിലൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ 3.5mm ജാക്കിൻ്റെ ഒരു എൻഡ് നിങ്ങളുടെ ഹെഡ്ഫോണിൽ കണക്ട് ചെയ്തിട്ട് മറ്റേ വലിയ എൻഡ് നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു വലിയ ഫോണിൻ ജാക്ക് നിങ്ങളുടെ ഹെഡ്ഫോൺസിൽ കണക്ട് ചെയ്തിട്ട് മറ്റേ 3.5mm ജാക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. എന്നാൽ ഈ ഓക്സ് കേബിളിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് മൈക്കൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടൊരു ഓക്സ് കേബിൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു എക്സ്ട്രാ ബ്ലാക്ക് കളർ ഓക്സ് കേബിളാണ് നിങ്ങൾ കുത്തുന്നതെങ്കിൽ മൈക്രോഫോണും നിങ്ങൾക്ക് ആ ഒരു ഓക്സ് കേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഫോണിലായിക്കോട്ടെ, ലാപ്ടോപ്പിലായിക്കോട്ടെ, നിങ്ങൾക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ കൂടണം, റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു കുഞ്ഞ് മൈക്രോഫോൺ കേബിൾ വഴി ഉപയോഗിക്കാൻ പറ്റും. സോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പാട്ടുകൾ പാടുന്ന കുറേ വീഡിയോസൊക്കെ ഇടാറുണ്ട്. സോ ആ പാട്ടുകൾ ഞാൻ പാടുമ്പോഴും എനിക്ക് മോണിറ്റർ ചെയ്യാനായിട്ട്, മിക്സ് ചെയ്യാനും മാസ്റ്റർ ചെയ്യാനും ഈ ഹെഡ്ഫോൺസാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഹെഡ്ഫോണിൻ്റെ പ്രൈസ് ആമസോണിൽ 2199 റുപ്പീസാണ്. പക്ഷേ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരും, 2200 രൂപ കൊടുത്ത് വയേർഡ് ഹെഡ്ഫോണൊക്കെ ആരെങ്കിലും വാങ്ങും, ആ പ്രൈസിൽ നല്ല നല്ല വയർലെസ് ഇയർഫോൺസ് കിട്ടും, പിന്നെ എന്തിനാണ് ചേട്ടാ ഇത് മേടിക്കുന്നത് എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ 2000 രൂപയ്ക്ക് മേടിക്കുന്ന സാധാ ഹെഡ്ഫോൺസ്, ഓക്കെ, വയേർഡ് ആയിക്കോട്ടെ വയർലെസ് ആയിക്കോട്ടെ, ഇവരൊന്നും ഫൈൻ ട്യൂൺ ചെയ്ത ഹെഡ്ഫോൺസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്സിങ് അല്ലെങ്കിൽ മാസ്റ്ററിങ് അല്ലെങ്കിൽ ഓഡിയോ മോണിറ്ററിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അത്തരത്തിലുള്ള ഹെഡ്ഫോൺസ് ഉപയോഗിച്ചാൽ നിങ്ങൾ അതുപയോഗിച്ച് ഒരു പാട്ട് മുഴുവൻ മിക്സ് ചെയ്തിട്ട് പുറം ലോകത്തേക്ക് അത് വിട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർ കേൾക്കുമ്പോഴും അവർ വേറെ രീതിക്കായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആ ഒരു പാട്ടുണ്ടാവും, പക്ഷേ മറ്റുള്ളവരുടെ ഹെഡ്ഫോൺസിലൊക്കെ കേൾക്കുമ്പോൾ അത് മഹാബോറായിട്ട് മാറും. ഇനി ഇതേപോലെ മോണിറ്റർ ഹെഡ്ഫോൺസ് മേടിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് നിങ്ങൾക്ക് പഞ്ചി ആയിട്ടുള്ളൊരു ബേസ് ഒന്നും കിട്ടില്ല. ഏത് രീതിക്കാണ് ആ ഒരു പാട്ടിൽ അവർ ബേസ് ഉദ്ദേശിച്ചിരുന്നത് ആ ഒരു രീതിക്ക് മാത്രമേ കേൾക്കുള്ളൂ. ചില ഹെഡ്ഫോൺസ് എല്ലാം സൂപ്പർ ബേസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഏത് പാട്ട് വെച്ച് കഴിഞ്ഞാലും ബേസൊക്കെ ആഡ് ചെയ്യുന്ന തരത്തിലൊക്കെ ഹെഡ്ഫോൺസ് ഉണ്ടാവും. എന്നാൽ ഇതിനകത്ത് അങ്ങനെയൊന്നും കേൾക്കില്ല. ഒരു ഫ്ലാറ്റ് റെസ്പോൺസാണ് ഈ ഒരു ഹെഡ്ഫോൺസിനുള്ളത്. അപ്പോൾ ഏകദേശം എന്താണ് സാധാ ഹെഡ്ഫോൺസും ഇതേപോലെ മോണിറ്റർ ഹെഡ്ഫോൺസും തമ്മിലുള്ള വ്യത്യാസമെന്നും ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.